SDPI 36 സീറ്റിലാണ് ഇപ്പോൾ അവസാനമായി മത്സരിക്കുന്നത്. ഞങ്ങൾ 45 നോമിനേഷൻ കൊടുത്തിരുന്നു. അതിൽ പല കാരണങ്ങൾ കൊണ്ട്, ഞങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് വിഡ്രോ ചെയ്ത് ഇപ്പോൾ 36 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കാത്ത 104 സീറ്റുകളിൽ ഞങ്ങൾ ഒരു സീറ്റ് ഒഴികെ വേറെ എവിടെയും ഞങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു തീരുമാനവും ഞങ്ങൾ ഇന്ന മുന്നണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ സൂചിപ്പിച്ച പോലെ അവർ പ്രഖ്യാപിക്കാതെ ഞങ്ങളിന്ന് മറുപടി പറയും എന്നത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഒരു മുന്നണിക്കും ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. കാര്യങ്ങളൊന്ന് കാണട്ടെ, ഒന്ന് അടുത്തറിയട്ടെ, സമയമുണ്ട് എന്നാണ് ഞങ്ങൾ ഇതുവരെ എല്ലാ ചാനലോടും പറഞ്ഞത്. ഞങ്ങൾ ഔദ്യോഗികമായി SDPI ഇതിലൊരു വളരെ കൃത്യമായ നിലപാട്, ആർക്ക് വോട്ട് ചെയ്യുന്ന നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ വോട്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ മുന്നണികളുടെ പിന്നെ ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കിനെ നിരാകരിച്ച് പറയുന്നത് എന്ത് സതുദ്ദേശമാണ് VD സതീശനുള്ളത് എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടെയുള്ള ഈ കേരളത്തിലെ പിന്നെ UDFലുള്ള കക്ഷികളും വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ആലോചിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് പിന്നെ ഇത് ഇങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും UDFന് വോട്ട് ചെയ്ത ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിലേക്ക് SDPI ഇനി പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാർ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു രണ്ട് രീതിയിലുള്ള സമീപനം ഇതിനെക്കുറിച്ചുള്ള വ്യക്തത വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മഞ്ചേശ്വരത്ത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. കാരണം ഈ പിന്നെ അവിടെ BJPയെ പരാജയപ്പെടുത്തണം എന്ന പൊതുസമൂഹത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായും BJP വിജയിക്കാതിരിക്കാനുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലപാട് സ്വീകരിക്കേണ്ടതിലേക്കുള്ള ഒരു പഠനം. അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ വിവിധ പിന്നെ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ ആർക്ക് വോട്ട് ചെയ്താലാണ് പിന്നെ BJP പരാജയപ്പെടുക എന്നൊന്ന് പഠിക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്, സമയമെടുക്കും. ഒരു ഇലക്ഷൻ്റെ ഒരു 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് പറഞ്ഞതാണ്. നിലവിൽ അങ്ങനെ കേട്ടിട്ടില്ല. നിലവിലിപ്പോൾ ഔദ്യോഗികമായി തീരുമാനങ്ങൾ പത്രക്കാർ മുമ്പിൽ പറഞ്ഞത് പിന്നെ മുഖ്യമന്ത്രിയും LDF കൺവീനറും വിജയരാഘവനൊക്കെയാണ്. അവരെ ഭാഗത്തു നിന്നും ഒരു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അശ്ലീലമാണ്. അങ്ങനെ പറയുന്നത്, സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളിയാവുന്ന 102 സീറ്റിൽ ഇവിടുത്തെ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ പിന്നെ ബോഡികളിൽ അംഗത്വമുള്ള 2 കോർപ്പറേറ്റർമാരുണ്ടല്ലോ, കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടല്ലോ, മുനിസിപ്പാലിറ്റികളുണ്ടല്ലോ, പഞ്ചായത്തുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി അംഗീകരിച്ചും ആ വ്യവസ്ഥയനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാവുകയും ഒക്കെ ചെയ്ത് ഭരണ സംവിധാനത്തിലുള്ള ഒരു പാർട്ടിയാണ്. ലോക്കൽ ബോഡി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ബജറ്റ് വിഹിതത്തിൽ 3 കൊടുക്കുകയാണ്. ആ 3 ബജറ്റ് വിഹിതം കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്തുകളിലെ ഔദ്യോഗികമായ മെമ്പർമാരാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ടിയുടെ വോട്ട് വേണമെന്ന് എങ്ങനെയാണ് പറയുക? പ്രശ്നമില്ലല്ലോ. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് LDFനും UDFനും വോട്ട് നൽകി ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. LDF നൽകുന്നതിലും UDF നൽകുന്നതിലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഈ കോൺഗ്രസ്, ഇവിടെ ഇപ്പോൾ പറയുന്ന കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഞങ്ങളുടെ മുന്നണിയിലാണ്. DMKയും കോൺഗ്രസും മുസ്ലിം ലീഗും CPMും ഉള്ള മുന്നണിയിൽ തന്നെയാണ് SDPIയും. ഞങ്ങളും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ വർഗീയ പാർട്ടി അല്ലല്ലോ. വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല.
സതീഷിനെ പിന്തുണയ്ക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. ഇത്തവണ ഒരു മുന്നണിക്കാണ് പിന്തുണ എന്ന് പറയുന്നു. ചുരുക്കത്തിൽ LDF-നോട് പിന്തുണ എന്ന് പറഞ്ഞാൽ പോലെ അല്ല, വളച്ചു കെട്ടല്ല. അതായത് KC വേണുഗോപാൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. KC വേണുഗോപാലാണ് BDC-നെക്കാളും അവരുടെ പാർട്ടിയിലെ സീനിയർ. അദ്ദേഹം പറയുന്നത് വോട്ട് വേണമെന്നാണ്. അപ്പോൾ അവരും വലിയ തീരുമാനമെടുക്കട്ടെ, അതിനാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ പൊതുസമൂഹം അഭിപ്രായം പറയേണ്ടതുണ്ട്. ആവശ്യപ്പെട്ടു. അല്ല, നുണല്ല. അതിപ്പോൾ മണ്ഡലം തലത്തിൽ സ്ഥാനാർത്ഥികൾ പലരും ആവശ്യപ്പെടുമല്ലോ. അതൊരു പാർട്ടിയുടെ പോളിസിയുടെ ഭാഗമായി ആകണമെന്നില്ല. മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടിയുടെ പൊതു പോളിസി ആയിരിക്കും. അവിടെ നിയമത്ത് നമ്മൾ അവിടെ പ്രാദേശിക തലങ്ങളിൽ നമ്മുടെ പ്രവർത്തകന്മാർ വളരെ ലൈവായുള്ള പൊതുപ്രവർത്തകരാണ്. അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അത് എല്ലാവരും സ്ഥാനാർത്ഥികളൊക്കെ പൊതുസമൂഹത്തിൽ ആവശ്യപ്പെടുമല്ലോ. ആ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പരിഗണനക്കെടുത്തു എന്നതേ അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു CPM-ൻ്റെ ഔദ്യോഗിക ഡിമാൻഡോ അതല്ലെങ്കിൽ LDF-ൻ്റെ ഔദ്യോഗിക ഡിമാൻഡോ അല്ല. ആ സ്ഥാനാർത്ഥികൾക്ക് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നു. പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനം നിങ്ങൾ ഉന്നയിക്കാറുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ? സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ പല കാലത്ത് CPM ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഒരു മുന്നണിക്ക് മാത്രമായി നൽകുമോ, വ്യത്യസ്ത മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മാറി മാറി വോട്ട് ചെയ്യുമോ എന്നതാണ്. അത് മണ്ഡലാടിസ്ഥാനത്തിൽ. അതിൽ ഞങ്ങൾ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നതാണ് ദേശീയ നേതൃത്വത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പൊതു നിലപാട്. അതിൽ നിന്ന് വിഭിന്നമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഇനി BJP വിജയസാധ്യത പരിഗണിച്ച് വേണോ എന്നുള്ളതിനെക്കുറിച്ചും ഡിസ്കഷനുണ്ട്. ആ ഒരൊറ്റ ആംഗിളിൽ മാത്രം. അല്ലാതെ ഞങ്ങൾ ഒരു പൊതു മുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണുള്ള ആലോചന. നിയമത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആംഗിളിലാണ് അവിടെ തീരുമാനമെടുത്തത്. ബാക്കിയുള്ളിടത്തൊക്കെ ഒരു പൊതു മുന്നണിക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്. മുബഷർ ചോദിച്ചൊരു ചോദ്യം പോലീസ് നയത്തിൽ ഞങ്ങൾ ഭിന്നാഭിപ്രായമുണ്ട്. ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുമ്പോഴും മുന്നണിയിലെ ഞങ്ങൾ മുന്നണിയുടെ ഒരു ഘടകകക്ഷി ആയിട്ടില്ല. ഞങ്ങളൊരു ഘടകകക്ഷി ആകണമെന്ന് അവരോട് ചോദിച്ചിട്ടില്ല. മുന്നണിയുടെ ഘടകകക്ഷി ആക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ധാരണയും നിലവിൽ സെറ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിലവിലുള്ള മുന്നണികൾക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു. പോലീസ് നയത്തിൻ്റെ കാര്യത്തിൽ CPIക്ക് വിഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. CPIയുടെ ദേശീയ സമിതിയിൽ അംഗം പോലും D. രാജ പോലും അതിന് വിഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. CPIയുടെ സംസ്ഥാന ഘടകം വിഭിന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ ആ മുന്നണിയിൽ നിന്ന് പോയിട്ടില്ല. ആ മുന്നണിയുടെ കൂടെ തന്നെയാണ്, ആ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാത് സമയത്തെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരിൽ നിലപാട് സ്വീകരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ മുന്നണി നമുക്ക് ഇതിലൂടെ ഐക്യം കൽപ്പിക്കണമെന്നില്ല. കോൺഗ്രസ്സിന് ചില നിലപാടോട് നമുക്ക് വിയോജിപ്പുണ്ടല്ലോ പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കേസ് ബൈ കേസാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു നിലപാടെടുത്തു എന്നതുകൊണ്ട് ആ മുന്നണിയുമായോ അല്ലെങ്കിൽ അവരുടെ നിലപാടുമായോ കാലാകാലങ്ങളിലും അസ്പൃശ്യം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.